ഹലോ, ഇൻകം ടാക്സ് ബേസിക് കോൺസെപ്റ്റ്സ് 5ാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോയിൻ്റ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ളതും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണെന്നുള്ളതും ക്യാപിറ്റൽ റിസിപ്റ്റ് എന്താണെന്നുള്ളതും റവന്യൂ റിസിപ്റ്റ് എന്താണെന്നുള്ളതുമാണ്. അതുകൊണ്ട് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട ബേസിക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഡെഫിനിഷൻസൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കോൺസെപ്റ്റിലേക്കാണ് പോകുന്നത്. വെൽക്കം ബാക്ക്. എന്താണ് ടാക്സ് പ്ലാനിങ്? ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ടാക്സ് മാനേജ്മെൻറ്റ്, എന്താണ് ടാക്സ് പ്ലാനിങ്, എന്താണ് ടാക്സ് അവോയ്ഡൻസ്, എന്താണ് ടാക്സ് ഇവേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോർഷൻ. ടാക്സ് പ്ലാനിങ് നോക്കുക. ടാക്സ് പ്ലാനിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ആൻ arrangement of one's financial and business affairs in such a way that without violating in any way the legal provisions of an act. മനസ്സിലായോ? എന്താണ് ടാക്സ് പ്ലാനിങ്? ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് an arrangement of one's financial and business affairs. ഒരാൾ അയാളുടെ എല്ലാ ഫിനാൻഷ്യൽ ആയിട്ടുള്ളയും ബിസിനസ് ആയിട്ടുള്ളയും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നു. ആൻഡ് എന്ത് ചെയ്യുന്നു? ഓരോ കാര്യങ്ങളും അദ്ദേഹം പ്ലാൻ ആക്കുന്നു, എല്ലാ പ്ലാനുകളും അദ്ദേഹം അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ, എല്ലാ അഫയേഴ്സും ബിസിനസ് ആൻഡ് ഫിനാൻഷ്യൽ അഫയേഴ്സ് എന്ത് ചെയ്യുന്നു? അറേഞ്ച് ചെയ്യുന്നു. ഇൻ എ വേ, ഏത് രീതിയിൽ? വിത്തൗട്ട് വയലേറ്റിംഗ് എനി വേ ദ ലീഗൽ പ്രൊവിഷൻസ് ഓഫ് എൻ ആക്ട്. നമ്മുടെ ഇൻകം ടാക്സ് ആക്ട്, ഇൻകം ടാക്സ് റൂള് എന്താണെന്നൊക്കെ നമ്മൾ പറഞ്ഞു, അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇൻകം ടാക്സ് അതോറിറ്റി അല്ലെങ്കിൽ ഗവൺമെൻറ് നമ്മളുടെ ആക്റ്റിൽ അല്ലെങ്കിൽ റൂൾസിൽ നോട്ടിഫിക്കേഷൻസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യത്തിൽ ഒരു വയലേഷൻസും വരുത്താതെ അതിനെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് അതിൽ ഒരാൾക്ക് തന്നിട്ടുള്ള എല്ലാ പ്രൊവിഷൻസിനെയും ഉപയോഗിച്ചുകൊണ്ട് പോസിറ്റീവായിക്കൊണ്ട് അതിൽ ഉദ്ദേശിച്ച മീനിങ്ങിനെ പോസിറ്റീവായി മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഫുൾ അഡ്വാൻറ്റേജ് ഈസ് ടേക്കൺ ഓഫ് ഓൾ എക്സംഷൻസ്, ഡിഡക്ഷൻസ്, റിബേറ്റ്സ് ആൻഡ് റിലീഫ്സ്. നമുക്ക് ഇൻകം ടാക്സ് ആക്റ്റിൽ റൂൾസിലൊക്കെ പറഞ്ഞിട്ടുള്ള എല്ലാ അഡ്വാൻറ്റേജുകളും, എക്സംഷൻസ്, ഇൻകംസ് ഉണ്ടാവാം, ഡിഡക്ഷൻസ് ഉണ്ടാവാം, റിബേറ്റ്സ്, റിലീഫുകളൊക്കെ അതുപോലെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ നമ്മളുടെ എല്ലാ ആക്ടിവിറ്റീസിനെയും അഫയേഴ്സിനെയും അറേഞ്ച് ചെയ്യുന്ന പരിപാടിക്ക് പറയുന്ന പേരാണ് ഇൻകം ടാക്സ് പ്ലാനിങ്. ക്ലിയർ ആയല്ലോ? ഇനി നോക്കുക. ദ സുപ്രീം കോർട്ട് ഹെൽഡ് ഇൻ കേസ് of McDowell and Company versus CTO 1985 has said that tax planning may be provided legitimate when it is within the framework of law. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലോൻ്റെ ഉള്ളിലായിരിക്കണം. ഓക്കെ, അത്ര അതിൻ്റെ അകത്ത് മനസ്സിലാക്കാനുള്ളൂ. അടുത്ത ടേം നോക്കുക. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കുക കേട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ടാക്സ് പ്ലാനിങ് 5 ഒബ്ജക്റ്റീവുകളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് റിഡക്ഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി. ടാക്സ് ലയബിലിറ്റി കുറക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എന്തായാലും അതായിരിക്കും, എല്ലാവർക്കും ഉറപ്പാണ്. രണ്ടാമത്തത് മിനിമൈസേഷൻ ഓഫ് ലിറ്റിഗേഷൻ. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ അതോറിറ്റീസിൻ്റെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും രീതിയിലുള്ള കേസോ അല്ലെങ്കിൽ അന്വേഷണങ്ങളൊക്കെയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കുറക്കുക. അടുത്തത് പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ്. നമുക്ക് ഗവൺമെൻറ് നമ്മുടെ ഇൻകം ടാക്സ് ലോയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന ഏരിയകളിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റുകൾ ഉണ്ടാവാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പക്ഷേ അവർ സ്പെഷ്യൽ ഇക്കണോമിക് സോണുകളിൽ നിങ്ങൾ ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ 5 വർഷം നിങ്ങൾക്ക് ടാക്സ് ഹോളിഡേ ആണെന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷം നമ്മൾ ടാക്സ് കൊടുക്കണ്ടെന്ന് പറയും. ചിലപ്പോൾ ചില ഏരിയകളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സിൽ എമൗണ്ടിൽ തന്നെ നമുക്ക് കുറവ് കിട്ടും. അങ്ങനെയൊക്കെ ആകുമ്പം അത് ഒരു രാജ്യത്തിന് അല്ലെങ്കിൽ ഒരു നാടിന് ആവശ്യമുള്ള തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ അതൊരു പ്രൊഡക്റ്റീവ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നർത്ഥം. ഓക്കെ, ഹെൽത്തി ഗ്രോത്ത് ഓഫ് എക്കോണമി, അത് അതിൻ്റെ വേറൊരു മീനിങ് ആണ്. നമ്മൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ
കിട്ടാവുന്നത് ഇക്കോണമി എന്താവും, വളരെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യും. അതുകൊണ്ട് അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, അതിനെ സഹായിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. മാത്രമല്ല എന്തും കിട്ടും, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു ടാക്സ് ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഓരോരുത്തരും അവരുടെ ടാക്സ്, അവരുടെ ആക്ടിവിറ്റീസ് ഈ ആക്റ്റിൽ പറഞ്ഞതുപോലെ അതിനെ പോസിറ്റീവായി മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പ്രൊഡക്റ്റീവായിട്ടുള്ള എക്കോണമിയിൽ ഡെവലപ്മെൻ്റ് ആവണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ട് അറേഞ്ച് ചെയ്യുമ്പോൾ അതിനെന്ത് പറയാൻ പറ്റും, ടാക്സ് പ്ലാനിങ് എന്ന് പറയാൻ പറ്റും. അതുപോലെ അടുത്ത ലക്ഷ്യമാണ് എക്കണോമിക് സ്റ്റെബിലിറ്റി. അതുകൊണ്ട് ഈ 5 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ടാക്സ് പ്ലാനിങ് ചെയ്യുന്നത്. ഇതിൽ 2 കാര്യങ്ങളാണ് ഒരു വ്യക്തിയെ നേരിട്ട് ബാധിക്കുന്ന ലക്ഷ്യങ്ങളുള്ളത്. ബാക്കി 3 എക്കോണമിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഏതൊക്കെയാണ് ആ 2 കാര്യങ്ങൾ? ഒന്നാമത്തത് റിഡക്ഷൻ ഓഫ് ടാക്സ് ലയബിലിറ്റി, മിനിമൈസേഷൻ ഓഫ് ലിറ്റിഗേഷൻ. ഇത് രണ്ടും ഒരു വ്യക്തിയെ ബാധിക്കുന്നതും വ്യക്തിക്ക് ഗുണമുണ്ടാവുന്നതും. അടുത്ത 3 കാര്യങ്ങൾ ഒരു നാടിന്, ഒരു രാജ്യത്തിന് ഗുണമുണ്ടാവുന്നതും കാര്യങ്ങളാണ്. അതുകൊണ്ട് ടാക്സ് പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മളുടെ രാജ്യത്തിന് ഗുണമുണ്ടാകുന്ന രീതിയിൽ നമ്മളുടെ ആക്ടിവിറ്റീസിനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. ക്ലിയർ? അടുത്ത നോക്കുക, ടൈപ്സ് ഓഫ് ടാക്സ് പ്ലാനിങ്. ടാക്സ് പ്ലാനിങ്ങിൻ്റെ രീതികൾ. പല രീതികളിലുള്ള ടാക്സ് പ്ലാനിങ് ഉണ്ടാവും. അതിൽ ഒന്നാമത്തേതാണ് ഷോർട്ട് റേഞ്ച് ടാക്സ് പ്ലാനിങ്. ഇറ്റ് ഈസ് മെയ്ഡ് എവറി ഇയർ ടു അറ്റൈൻ സ്പെസിഫിക് ഓർ ലിമിറ്റഡ് ഒബ്ജക്റ്റീവ്സ് വിത്തിൻ എ ഫിനാൻഷ്യൽ ഇയർ. എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. Long range tax planning. It involves entering into activities to get future tax benefit. It may not pay off immediately. Okay, ഇതാണ് രണ്ടാമത്തെ ലക്ഷ്യം, രണ്ടാമത്തെ രീതി. മൂന്നാമത്തത് പെർമിസീവ് ടാക്സ് പ്ലാനിങ്. ടാക്സ് പ്ലാനിങ് അണ്ടർ എക്സ്പ്രസ് പ്രൊവിഷൻ ഓഫ് ഇൻകം ടാക്സ് ആക്ട് 1961 ആൻഡ് ഫിനാൻസ് ആക്ട് 2020. ഇതാണ് മൂന്നാമത്തെ. അതിൻ്റെ അകത്ത് നമുക്ക് പെർമിറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഫിനാൻസ് ആക്ട്, നമ്മളുടെ ഫിനാൻസ് ആക്ടിലും അതുപോലെ ഇൻകം ടാക്സ് ആക്ടിലും പെർമിറ്റ് ചെയ്തിട്ടുള്ള രീതിയാണെങ്കിൽ അതിന് ടാക്സ് പ്ലാനിങ് എന്നാണ് പറയാം. അത് പെർമിസീവ് ടാക്സ് പ്ലാനിങ് എന്നാണ് പറയാം. പർപ്പസീവ് ടാക്സ് പ്ലാനിങ്. ഇറ്റ് റെഫേഴ്സ് ടു ദ ആക്ട് ഓഫ് പ്ലാനിങ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിത്ത് പെർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഗോൾ ഇൻ മൈൻഡ്. നമ്മളുടെ മനസ്സിൽ ഒരു ഫിനാൻഷ്യൽ ഗോൾ ഉണ്ട്. ആ ഫിനാൻഷ്യൽ ഗോൾ അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ടാക്സ് നമ്മുടെ ആക്ടിവിറ്റീസിന് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് പർപ്പസീവ് ടാക്സ് പ്ലാനിങ്. ഓക്കെ, ഇപ്പോൾ മനസ്സിലായല്ലോ എന്താ ടാക്സ് പ്ലാനിങ് എന്നും എന്താണ് ടാക്സ് പ്ലാനിങ്ങിൻ്റെ ലക്ഷ്യങ്ങളെന്നും ഏതൊക്കെ രീതിയിലാണ് ടാക്സ് പ്ലാനിങ് ചെയ്യാറുള്ളതെന്നും മനസ്സിലായല്ലോ. ഇനി നോക്കുക എന്താണ് ടാക്സ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. ടാക്സ് പ്ലാനിങ്ങും ടാക്സ് മാനേജ്മെൻറ്റും തമ്മിൽ ഒരു വലിയ വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഓക്കെ, ടാക്സ് പ്ലാനിങ്ങും ടാക്സ് മാനേജ്മെൻറ്റും ഏകദേശം ഒന്ന് തന്നെയാണ്. രണ്ടും പോസിറ്റീവ് അർത്ഥത്തിലാണ് മനസ്സിലാക്കേണ്ടത്. നോക്കുക, ടാക്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് മാനേജ്മെൻറ്റ് മീൻസ് ദ മാനേജ്മെൻറ്റ് ഓഫ് ഫിനാൻസ് ഫോർ ദ പർപ്പസ് ഓഫ് പേയിങ് ടാക്സ്. ഇറ്റ് റെഫേഴ്സ് ടു ദ കംപ്ലയൻസ് വിത്ത് ദ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻസ് ഓഫ് ലോ. ഇറ്റ് ഇൻക്ലൂഡ്സ് മെയിൻ്റനൻസ് ഓഫ് അക്കൗണ്ട്സ്, filling of return, payment of taxes, deduction of tax at source, timely payment of tax, etc. Tax management is essential for every assessee. ഇത്രയും പറഞ്ഞതിൻ്റെ അകത്തുനിന്ന് ടാക്സ് മാനേജ്മെൻറ്റ് എന്താണെന്നുള്ളതും ടാക്സ് പ്ലാനിങ്ങും ടാക്സ് മാനേജ്മെൻറ്റും തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്താണ് ടാക്സ് പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു, നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്യുന്നു. എങ്ങനെ നമുക്ക് ഈ ഇൻകം ടാക്സിൻ്റെ എല്ലാ ലോസും റൂൾസും നോട്ടിഫിക്കേഷൻസും ഒക്കെ അനുസരിച്ചുകൊണ്ട് ഹൗ വി ക്യാൻ അറേഞ്ച് ദ ഫിനാൻഷ്യൽ അഫയേഴ്സ്, ഇക്കണോമിക് അഫയേഴ്സ് ഇൻ ഓർഡർ ടു reduce the tax liability and to support for the economic growth of the country എന്നുള്ളതാണ്. ഏതൊക്കെ രീതിയിൽ നമ്മളുടെ ഈ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നൊക്കെ നോക്കിയിട്ട് ആ രീതിയിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ അറേഞ്ച് ചെയ്യുന്നു. അപ്പോൾ എന്താവും, ടാക്സ് ലാബിലിറ്റി കുറയും, ഇക്കോണമി ഡെവലപ്പാവും, അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അതിൻ്റെ അകത്തുനിന്ന് കിട്ടും. പക്ഷെ ടാക്സ് അത് ഒരു വലിയ കോൺസെപ്റ്റാണ്.
ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കോൺസെപ്റ്റാണ്. അത് ഇക്കണോമിക് ആക്ടിവിറ്റീസിനെ, ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെ കംപ്ലീറ്റ് ലോക്ക് അനുസരിച്ച്, ഇൻകം ടാക്സ് റൂൾസും ലോസും അനുസരിച്ച് അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ടാക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ പറഞ്ഞതിൻ്റെ അകത്തുനിന്ന് തന്നെ 4 അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതൊരു വളരെ നേരോ കോൺസെപ്റ്റാണ്. എങ്ങനെയാണ് ഈ ടാക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ? അയാൾ ടാക്സ് ലയബിൾ ആണെങ്കിൽ അയാൾ എന്താക്കണം? ടാക്സ് കൊടുക്കാനുള്ള ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യണം, അതിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യണം, അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം, ഒരു പക്ഷേ പേയ്മെൻറ്റ്സുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ വൗച്ചേഴ്സ് കീപ്പ് ചെയ്യണം, റെസിപ്റ്റുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റുകൾ കീപ്പ് ചെയ്യണം, പിന്നെ കൃത്യസമയത്ത് ടാക്സ് അടക്കണം, ഇൻകം ടാക്സ് റൂളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം, TDS ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് TDS കൊടുക്കണം, അത് കാൽക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ ഒരു ലോനെ അനുസരിക്കുക എന്നുള്ളതാണ്. ഇൻകം ടാക്സ് ലോ നമ്മൾ അതുപോലെ അനുസരിച്ചുകൊണ്ട് നമുക്ക് ലീഗലായിട്ട് നമ്മൾ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ ടൈം ബൗണ്ടായിട്ട് ചെയ്യുന്നു എന്നുള്ളതിനാണ് എന്ത് പറയുക? ടാക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയാം. അതുകൊണ്ട് ടാക്സ് കൊടുക്കാനുള്ള എല്ലാവരും ടാക്സ് മാനേജ്മെൻറ്റ് ചെയ്യൽ നിർബന്ധമാണ്. ഇപ്പോൾ സാലറി വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവരുടെ സാലറിയിൽ നിന്ന് ടാക്സ് TDS ഉണ്ട്. അത് എല്ലാ മാസവും TDS പിടിച്ചിരിക്കണം. എല്ലാ വർഷവും ഡിസംബർ ആകുമ്പോൾ എന്ത് ചെയ്യണം? ഇനി ആ 3 മാസത്തിൻ്റെ ഉള്ളിൽ എത്ര ടാക്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് പ്ലാനിങ് നമ്മൾ പറഞ്ഞത്. ടാക്സ് പ്ലാനിങ് നമ്മൾ ഇൻകം ടാക്സ് ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള, ഇൻകം ടാക്സിൻ്റെ റൂളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതുപോലെ അംഗീകരിച്ചുകൊണ്ട് അതിൽ നിന്ന് ഇക്കോണമിക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ, ടാക്സ് കൊടുക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ അവരുടെ എല്ലാ ഫിനാൻഷ്യൽ ആൻഡ് ഇക്കണോമിക് ആക്ടിവിറ്റീസിനെയും അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ പിന്നെ ഒരു കമ്പനീൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പം ആ കമ്പനി എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് കമ്പനി എന്ത് ചെയ്യും? എത്ര ഇൻവെസ്റ്റ് ചെയ്യണം, ഏത് രീതിയിൽ എക്സ്പെൻസുകൾ സ്പെൻഡ് ചെയ്യണം, ഏത് രീതിയിൽ ഇൻകംസുകൾ നമ്മൾ റെക്കോർഡ് കാണിക്കണം, അങ്ങനെയുള്ള ഒരു കമ്പനീൻ്റെ ലോങ് ടേം ആയിട്ടുള്ള പ്ലാനിങ്ങുകൾ കംപ്ലീറ്റ് ഇൻകം ടാക്സ് ലോ അതിൽ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ബെനിഫിറ്റുകൾ കിട്ടാനും സൊസൈറ്റിക്ക് ഗുണം കിട്ടാനൊക്കെ വേണ്ടിയിട്ട് വലിയ രീതിയിൽ വൈഡ് രീതിയിലാണ് ചെയ്യുന്നതിനെയാണ് ടാക്സ് പ്ലാനിങ് എന്ന് പറയാം. ടാക്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാലോ? ടാക്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് റൂൾ ആക്ട് പ്രകാരം ഓരോരോ വ്യക്തിയും ടാക്സ് കൊടുക്കേണ്ട ഓരോരോ വ്യക്തിയും നിർബന്ധമായിട്ടും ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടാവും. ഒന്ന്, അവരുടെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക, പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ വൗച്ചേഴ്സ് കീപ്പ് ചെയ്യുക, റെസിപ്റ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ റെസിപ്റ്റുകൾ കീപ്പ് ചെയ്യുക, പിന്നെ റിട്ടേൺ കൃത്യസമയത്ത് ഫയൽ ചെയ്യുക, ടാക്സ് കൃത്യസമയത്ത് കൊടുക്കുക, ഇൻകം ടാക്സ് ഡിഡക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ഉണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് ചെയ്യുക. ഇങ്ങനെയുള്ള ഇൻകം ടാക്സ് ആക്റ്റിൽ പറയുന്ന നിർബന്ധമായിട്ടും ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മാനേജ് ചെയ്യുക, കൃത്യമായിട്ട് കൊടുക്കുക, കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ടാക്സ് മാനേജ്മെൻറ്റ്. അത് വളരെ നേരമായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൈഡറായിട്ടുള്ളൊരു കോൺസെപ്റ്റാണ്. ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ലോ അംഗീകരിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇൻകം ടാക്സ് ലോയിൽ പറഞ്ഞതിനെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളുടെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിനെയും ഇക്കണോമിക് ആക്ടിവിറ്റീസിനെയും നമ്മൾ അറേഞ്ച് ചെയ്യുന്നു in a way that it gives benefit to the taxpayer as well as to the economy as a whole. മനസ്സിലായോ? ആ രീതിയിൽ നമ്മുടെ ആക്ടിവിറ്റീസിനെ അറേഞ്ച് ചെയ്യുന്നതാണ് ടാക്സ് പ്ലാനിങ്. പകരം ടാക്സ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ടാക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരാൾ അയാളുടെ ടാക്സ് കൃത്യമായിട്ട് പേ ചെയ്യുക, പറഞ്ഞ സമയത്ത് പേ ചെയ്യാം. TDS ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് TDS പിടിക്കുക, ഇൻകം ടാക്സ് റിട്ടേൺ പറഞ്ഞ സമയത്ത് ഫയൽ ചെയ്യുക, നമ്മുടെ അക്കൗണ്ട്സുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെ ടാക്സുമായി ബന്ധപ്പെട്ട റെക്കോർഡ്സുകൾ കീപ്പ് ചെയ്യലും ഇൻകം ടാക്സ് ആക്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനല്ല, ഇൻകം ടാക്സ് ആക്റ്റിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക?
ടാക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയണത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ടാക്സ് മാനേജ്മെൻറ്റ് എല്ലാ ആളുകൾക്കും നിർബന്ധമാണ്. ടാക്സ് കൊടുക്കുന്ന എല്ലാ ആളുകൾക്കും നിർബന്ധമാണ്. പക്ഷെ ടാക്സ് പ്ലാനിങ്ങോ എല്ലാവർക്കും നിർബന്ധമില്ല. ടാക്സ് പ്ലാനിങ് ഒരാൾ ചെയ്തിട്ടില്ല എന്ന് കരുതിയിട്ട് അയാൾക്ക് എന്തില്ല, ഇൻകം ടാക്സ് ആക്ടിൻ്റെ പ്രകാരം അദ്ദേഹത്തിന് പെനാൽറ്റി കിട്ടുകയോ ശിക്ഷിക്കപ്പെടുകയോ ഒന്നും ചെയ്യില്ല. അദ്ദേഹത്തിന് ഒരു പക്ഷെ എന്താവാം, ഒരുപാട് ടാക്സ് കൊടുക്കേണ്ടി വരാം. അദ്ദേഹത്തിന് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിക്കോണമെന്നില്ല. പക്ഷെ അത് നിർബന്ധമല്ല. അതിന് പെനാൽറ്റി കിട്ടൂല, അതിന് ഫൈനില്ല, അതിന് ശിക്ഷ കിട്ടൂല. പകരം ടാക്സ് മാനേജ്മെൻറ്റ് നിർബന്ധമാണ്. ഓക്കെ, അതുകൊണ്ട് ടാക്സ് മാനേജ്മെൻറ്റ് നമ്മൾ സാധാരണ ചെയ്യുന്ന എലമെൻറ്റ്സുകൾ ഇതൊക്കെയാണ്: ഗ്രോസ് ഇൻകത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്, ഇൻക്രീസ് ദ എമൗണ്ട് ഓഫ് ടാക്സ് ഡിഡക്ഷൻസ്, അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ടാക്സ് ക്രെഡിറ്റ്സ്, ടാക്സ് പ്ലാനിങ് ഫോർ റിട്ടയർമെൻറ്റ് പ്ലാൻസ്. ഇതൊക്കെ അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ടാക്സ് പ്ലാനിങ്ങിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് ടാക്സ് മാനേജ്മെൻറ്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ അത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക, കൃത്യസമയത്ത് ഫയൽ ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ എന്നാണ് എന്ത് ടാക്സ് മാനേജ്മെൻറ്റ് എന്ന് പറയണത്. ഇനി നോക്കുക, ടാക്സ് മാനേജ്മെൻറ്റും ടാക്സ് പ്ലാനിങ്ങും തമ്മിലുള്ള വ്യത്യാസം നോക്കുക. ടാക്സ് പ്ലാനിങ് എൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു റെഡ്യൂസ് ടാക്സ് ലാബിലിറ്റി ടു ദ മിനിമം. ടാക്സ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ടു കംപ്ലൈ വിത്ത് ദ പ്രൊവിഷൻസ് ഓഫ് ലോ. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ടാക്സ് പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക് ആൻഡ് ടാക്സ് മാനേജ്മെൻറ്റ് ഈസ് പാസ്റ്റ്. ഓക്കെ, tax planning is wider in coverage and tax management is limited in scope or coverage. Okay, ini the benefit of tax planning are substantial and long run. The benefit of tax management is escaping from the penalty or penal interest or prosecution. ഓക്കെ, അതാണ് ടാക്സ് മാനേജ്മെൻറ്റ് കൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ. ഇതാണ് ടാക്സ് മാനേജ്മെൻറ്റും ടാക്സ് പ്ലാനിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആയല്ലോ? ഓക്കെ, ദാറ്റ്സ് ആൾ. താങ്ക് യു.